ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പം നമുക്ക് നല്ല സോയാ ബോൾ ഇന്നൊന്ന് ഫ്രൈ ആക്കി എടുത്താലോ. അപ്പോൾ അതിനായിട്ട് സോയാ ബോൾ ഞാൻ വെള്ളത്തിൽ കുതിരാനായിട്ടിട്ടു. അതോടൊപ്പം തന്നെ സവോള, ഇഞ്ചി, പച്ചമുളക്, ആവശ്യത്തിന് കറിവേപ്പില എന്നിവയെല്ലാം റെഡിയാക്കി വെച്ചു. ചട്ടി അടുപ്പത്ത് വയ്ക്കുക, എണ്ണ ഒഴിക്കുക, കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം ഒരു 2 വറ്റൽമുളകും കറിവേപ്പില ഇട്ടതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സവോള, ഇഞ്ചി, പച്ചമുളക് എന്നിവ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. നന്നായിട്ടെന്ന് വെച്ചാൽ ഒരുപാട് അങ്ങ് വഴലരുത്, ഒരു പരുവം കാരണം നമ്മൾ ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്യുന്നില്ല. ഓൾറെഡി സോയാ ബോൾ ഇട്ട് കഴിയുമ്പോഴത്തേനും ആ അരപ്പിൻ്റെ കൂട്ടത്തിൽ ഇതിൽ നിന്നും വെള്ളം ഇറങ്ങും. അതുകൊണ്ട് വെള്ളം ആഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഒരുപാട് വഴലേണ്ട കാര്യമില്ല. ആ സോയാ ബോളും അരപ്പിൻ്റെ ഒക്കെ കൂടത്തിൽ കിടന്ന് സവോളയൊക്കെ റെഡി ആയിക്കോളും. അതുകൊണ്ട് ഈ ഒരു പരുവമായി സവോള ആകുമ്പോഴത്തേനും നമ്മൾ പൊടി ഐറ്റംസുകൾ ചേർക്കുക. കാരണം മീറ്റ് മസാല, മുളക് പൊടി, ഗരം മസാലപ്പൊടി, സ്വല്പം മല്ലിപ്പൊടി, അതൊരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ സോയാ ബോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കണം കേട്ടോ. സോയാ ബോൾ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി അരപ്പ് എല്ലാത്തിലും പിടിപ്പിക്കുക. നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം കേട്ടോ. ഉപ്പിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലായിരുന്നു, ഞാൻ ഉപ്പ് ചേർത്തു, അത് പറയാൻ വിട്ടുപോയതാണ്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് അടച്ച് വയ്ക്കുക. വെള്ളം ആഡ് ചെയ്യുന്നില്ല, ലോ ഫ്ലെയിമിൽ തീയിട്ടിട്ട് അടച്ച് വയ്ക്കുക. അതിനുശേഷം നമ്മുടെ സ്വാദിഷ്ടമായ സോയാ ബോൾ ഫ്രൈ റെഡിയാവും. നല്ല ടേസ്റ്റിയാണ്, എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. നമ്മൾ നോയമ്പിൻ്റെയൊക്കെ സമയമൊക്കെ ആകുമ്പോൾ ഇങ്ങനെ ഒരു കറി മതി നമുക്ക് ഭക്ഷണമൊക്കെ കഴിക്കാൻ.